my dear children. Welcome to IT class. Do you remember what we had studied in the last class? We had learned about input devices. One of the input devices is keyboard. Keyboard has many keys. We have studied about some of the keys. Right? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കീബോർഡിലുള്ള കീസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടോ? കീബോർഡ്സിലുള്ള ഒരു 3 കീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആൽഫബറ്റ് കീസ്, നമ്പർ കീസ്, ആരോ കീസ്. ഈ 3 കീസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഇനി കീബോർഡിലുള്ള കുറച്ചു കീസും കൂടെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. സോ പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ടേക്ക് പേജ് നമ്പർ 30. ലെറ്റ്സ് സ്റ്റാർട്ട്. നെക്സ്റ്റ് കീ ഈസ് എൻ്റർ കീ. അപ്പോൾ കീബോർഡിൽ കുറേ കീസ് ഉണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല സൈസിലും ഷേപ്പിലും ഒക്കെ ഉള്ള കീസ് ഉണ്ട്. അപ്പോൾ ഇനി അതിലൊരു കീ ആണ് എൻ്റർ കീ. എൻ്റർ കീ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഈ എൻ്റർ കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എൻ്റർ കീ ഈസ് യൂസ്ഡ് ടു മൂവ് ദ കഴ്സർ ടു ദ നെക്സ്റ്റ് ലൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലേ? നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു ലൈൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയി. നമ്മൾ നോട്ട്ബുക്കിൽ ഒരു ലൈൻ ഇങ്ങനെ മുഴുവൻ എഴുതില്ലേ? എന്നിട്ട് എന്ത് അത് തീർന്നു കഴിയുമ്പോൾ അടുത്ത ലൈനിലോട്ട് പോകും അല്ലേ? അങ്ങനെ കമ്പ്യൂട്ടറിൽ ഒരു ലൈൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യേണ്ട കീ ഏതാണ്? എൻ്റർ കീ. അപ്പോൾ അതാണ് അതിൻ്റെ യൂസ്. എൻ്റർ കീ ഈസ് യൂസ്ഡ് ടു മൂവ് ദ കഴ്സർ ടു ദ നെക്സ്റ്റ് ലൈൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് കീ ആണ് ദ എസ്കേപ്പ് കീ. നമ്മുടെ കീബോർഡിന്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു കുഞ്ഞു കീ ആണ് എസ്കേപ്പ് കീ. ഇനി അതെന്തിനാ യൂസ് ചെയ്യുന്നത്? എസ്കേപ്പ് കീ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഓർ എസ്കേപ്പ് ഫ്രം സംതിങ് യു ആർ ഡൂയിങ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം, ഇപ്പം നിങ്ങളിങ്ങനെ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അത് നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും എടുക്കണം, പാട്ടെടുക്കണം. അപ്പം എന്ത് ചെയ്യുക? നമുക്ക് പെട്ടെന്ന് നിർത്താനായിട്ടുള്ള ഒരു കീ ആണ് എസ്കേപ്പ് കീ. ആ കീയെ പ്രസ് ചെയ്താൽ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓഫായിട്ട് അടുത്ത ഇതായിട്ട് മാറും. ഓക്കെ, അതാണ് എസ്കേപ്പ് കീ. സോ എസ്കേപ്പ് കീ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഓർ എസ്കേപ്പ് ഫ്രം സംതിങ് യു ആർ ഡൂയിങ്. ഇനി നെക്സ്റ്റ് കീ സ്പേസ് ബാർ. സ്പേസ് ബാർ ഈസ് ദ ലോങ്സ്റ്റ് കീ ഓൺ ദ കീബോർഡ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗീവ് സ്പേസ് ബിറ്റ്വീൻ ലെറ്റേഴ്സ്, വേർഡ്സ് ആൻഡ് സെന്റൻസ്. അപ്പം സ്പേസ് ബാർ പേര് പോലെ തന്നെ സ്പേസ്, നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ വേർഡ്സിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വേണം, സ്പേസ് വേണം. അതിന് യൂസ് ചെയ്യുന്ന കീ ആണ് സ്പേസ് ബാർ. അത് കീബോർഡിലെ ഏറ്റവും നീളമുള്ള കീ ആണ്, ലോങ്സ്റ്റ് കീ. സോ വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് കീ ഇൻ ദ കീബോർഡ്? ഇറ്റ് ഈസ് എ സ്പേസ് ബാർ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈസ് ബാക്ക് സ്പേസ് ആൻഡ് ഡിലീറ്റ് കീസ്. The backspace key is used to erase the mistakes to the left side of the cursor. Delete key is used to erase the mistakes to the right side of the cursor. ഇനി നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് ലെറ്റേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ തെറ്റിപ്പോയി, മിസ്റ്റേക്ക് വന്നു. അപ്പം അത് ഇറേസ് ചെയ്ത് മായ്ച്ച് കളയണം. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ്, നമ്മൾ 2 കീ യൂസ് ചെയ്യും. ഒന്ന് ബാക്ക് സ്പേസ് കീയും 2 ഡിലീറ്റ് കീയും. ഡിലീറ്റ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പം അത് രണ്ടിൻ്റെയും യൂസ് എന്താണ്? നമ്മൾ എഴുതിയത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇറേസ് ചെയ്ത് കളയാം. ഇനി അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്ക് സ്പേസ് കീ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഇറേസ് ചെയ്യാനും, ഡിലീറ്റ് കീ യൂസ് ചെയ്യുന്നത് റൈറ്റ് സൈഡിലുള്ളത് ഇറേസ് ചെയ്ത് കളയാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ബാക്ക് സ്പേസ് കീ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ, വേർഡ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് ഇറേസ് ചെയ്ത് മായ്ച്ച് കളയാനും, ഡിലീറ്റ് കീ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇറേസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാറിപ്പോയില്ല കേട്ടോ. The next key is the shift key. The shift key is used to type in capital letters. To get a capital letter, press the letter you want to type, keeping the shift key pressed. The computer keyboard has 2 shift keys, one on the left and the other on the right of the keyboard. ഇനി നെക്സ്റ്റ് കീ ആണ് ഷിഫ്റ്റ് കീ. ഈ ഷിഫ്റ്റ് കീ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ സ്മോൾ ലെറ്ററിൽ ABCD ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒരാഗ്രഹം എന്താ, ക്യാപിറ്റൽ ലെറ്റർ വേണം, ഇടയ്ക്ക് ഒരു ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാലോ എന്ന്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഷിഫ്റ്റ് കീയിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ലെറ്റേഴ്സ് പ്രസ് ചെയ്താൽ എന്താ, ക്യാപിറ്റൽ ലെറ്റർ ആണ് കിട്ടുന്നത്. അപ്പൊ ഷിഫ്റ്റ് കീയുടെ യൂസ് എന്താണ്?
ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പൊ അത് പ്രസ് ചെയ്തോണ്ടേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഉള്ളൂ കേട്ടോ. അത് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഏതെങ്കിലും ലെറ്റർ ഞെക്കിയാലാണ്, പ്രസ് ചെയ്താലാണ് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് കീബോർഡിൽ രണ്ട് സൈഡിൽ ഷിഫ്റ്റ് കീ കാണാൻ പറ്റും. ഓക്കെ, കീബോർഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഷിഫ്റ്റ് കീ കിടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ദ ക്യാപ്സ് ലോക്ക് കീ. ഈ നെക്സ്റ്റ് കീ ആണ് ക്യാപ്സ് ലോക്ക് കീ. അപ്പൊ കുറെ കീസ് ഉണ്ട് കേട്ടോ. ക്യാപ്സ് ലോക്ക് കീ. Caps lock key is used to type capital letters only. When you want to type capital letters only, press the caps lock key. This will make the caps lock light glow. To type small letters, press the caps lock key again to make the light go off. ഇനി ക്യാപ്സ് ലോക്ക് കീ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുഴുവൻ എന്ത് വേണം, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. അപ്പൊ എന്ത് ചെയ്യും, ക്യാപ്സ് ലോക്ക് എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അത് ഒരു തവണ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ കീബോർഡിന്റെ മുകളിൽ ഒരു ലൈറ്റ് കത്തും. അതിനർത്ഥം ക്യാപ്സ് ലോക്ക് കീ ഓൺ ആയി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ, മുഴുവൻ ക്യാപിറ്റൽ ലെറ്ററേ വരുള്ളൂ. അപ്പൊ കുറെ ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിയുമ്പോൾ നമ്മൾ മടുത്തു. ഇനി നമുക്ക് കുറച്ച് സ്മോൾ ലെറ്റർ എഴുതണമെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഒന്നുകൂടെ ക്യാപ്സ് ലോക്ക് കീയെ പ്രസ് ചെയ്യണം. അപ്പൊ ആ ലൈറ്റ് ഒക്കെ ഓഫ് ആവും. എന്നിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ എന്താ, മുഴുവൻ സ്മോൾ ലെറ്റർ വരും. ഓക്കെ, അപ്പൊ ക്യാപ്സ് ലോക്ക് കീ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉള്ളി. ക്യാപിറ്റൽ ലെറ്റർ മാത്രം എഴുതാനായിട്ട് നമ്മൾ ക്യാപ്സ് ലോക്ക് കീ ആണ് പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്ലാസ്. സീ യു നെക്സ്റ്റ് ക്ലാസ്.